അവരെല്ലാം ഓടി വന്ന് ഇത് എവിടെയാ സംഭവം നടന്നത്, ഭൂമി കുലുങ്ങിയ മതിരാണ് ഇവിടെ സംഭവിച്ചത്. ഇത് ഇങ്ങനെ ആയത് പഠിച്ചവൻ കാത്തെന്ന് അറിയാം. അല്ലാത്ത സമയത്താണ് കുഞ്ഞു കുട്ടികൾ കളിക്കുന്നെങ്കിൽ ഇങ്ങനെയല്ല മതിൽ കുടിഞ്ഞിട്ട് ഓരോരാളും മരിക്കുകയെല്ലാം ചെയ്യുന്നത്. നമ്മൾ ചേച്ചി ഇടിമിനെ എന്തോ വരുന്നത് ഒരു അടങ്ങാത്ത ശബ്ദം കേട്ടത്. തയ്യിൽ കുറുവക്കാവിന് സമീപം കനത്ത മഴയിൽ മതിൽ ഇടിഞ്ഞു വീണ് 2 വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് ഈ മതിൽ തകർന്നു വീണത്. 2 വീടുകളുടെയും ഈ ഭാഗത്ത് ബേക്ക് ഭാഗത്തേക്ക് ഈ മതിൽ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 2 വീടുകൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കുറുവ തയ്യൽക്കാവിന് സമീപം ചൊവ്വാഴ്ച രാവിലെ 7 മണിയോടെയാണ് സമീപത്ത് കെട്ടിപ്പൊക്കിയ വൻ മതിൽ തകർന്നു വീണത്. ബൈത്തുൽ ജഹനാസ് ഹൗസിലെ മത്സ്യവ്യാപാരി ടി ഉഷാജ്, ജാസ്മിൻ ഹൗസിലെ ജാസ്മിൻ എന്നിവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഈ വീടിന്റെ 1-ാം നിലക്കും മുകളിലാണ് മതിൽ കെട്ടിപ്പൊക്കിയിരുന്നത്. 2 വീടുകളുടെയും സൺഷെയ്ഡിന് കേടുപാടുകൾ സംഭവിച്ചു. ഭൂമി കുലുക്കം പോലുള്ള ശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് മതിൽ തകർന്നു വീഴുന്നത് കണ്ടതെന്ന് വീട്ടുകാർ പറഞ്ഞു. വീട്ടുടമ ജാസ്മിൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. എപ്പോഴാണ് നിങ്ങൾ ശബ്ദം കേട്ടിട്ടാണോ? കേട്ടത് 7 മണിക്കാണ്. 7 മണിക്ക് നരേന്ദ്ര അകത്ത് മേലെ ഉള്ളത്. അപ്പം മൊത്തം ഉണ്ട് ഒരു നമ്മൾ ചേച്ചി ഇടിമിനെ എന്തോ വരുന്നത് ഒരു അടങ്ങാത്ത ശബ്ദം കേട്ടത്. മുമ്പ് ശബ്ദം കേൾക്കുമ്പോൾ വന്ന് നോക്കുമ്പോൾ റൂം അങ്ങനെ കല്ല് വന്ന് തിങ്ങിയിട്ട് നിൽക്കുന്നത് റൂമിന്. അങ്ങനെ തിങ്ങിയിട്ട് നിൽക്കുമ്പോൾ ലാസ്റ്റ് പിന്നെ അവരെല്ലാം അപ്പുറത്തെ വീട്ടുകാരത്തിന് ഓടിയതിന് ലാസ്റ്റ് പിന്നെ അവർ ഇത് ചെയ്യാൻ മുന്നിൽ അവരോട് നമ്മൾ പറഞ്ഞു, കെട്ടാൻ മുന്നിലേ ഇങ്ങനെ കെട്ടല്ലേ എന്ന് പറഞ്ഞു. ഇങ്ങനെ കെട്ടല്ലേ, നിങ്ങൾ മണ്ണിൻ്റെ ഒരു പാറാന്ന് പറഞ്ഞാന്ന് മണ്ണിൻ്റെ മുകളിലാണ് ഇവർ പൊന്തിക്കുന്നത്. അന്നേരം നമ്മൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് നിലത്ത് കുയ്യാട്ട് കയറിയിട്ട് ഫുള്ളും നിലത്ത് കുയ്യാട്ട് കയറിയിട്ട് വേണം കെട്ടാൻ. ഇപ്പം ഇത് കൂട്ടാക്കിയിട്ടില്ല ഇവർ. വീണ്ടും എനിക്ക് മഴ വരുന്നതായിട്ട് ഇപ്പോൾ വെള്ളം തേച്ച് ഇറങ്ങി വരുന്നുണ്ട്. വെള്ളം തേച്ച് ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മൾ വീഡിയോസ് അയച്ചിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ കൂട്ടാക്കുന്നില്ല. ഇവർ ഏറ്റവും നിസ്സാരമാക്കി കളഞ്ഞ്. അതെങ്ങനെ സംഭവിച്ചത്? വെള്ളം തിങ്ങിയിട്ടാണ് വീണത്. അങ്ങനെ ഒരു ഓവും ആക്കി കൊടുത്തിട്ടില്ല. ഒരു ഓവാക്കാണ്ട് വെള്ളം തേച്ച് അങ്ങോട്ടേക്കാണ് വരുന്നത് വീട്ടിൽ. നിങ്ങളുടെ 1-ാം നിലേൻ്റെ മുകളിലും കെട്ടിയല്ലേ? ഇതാ ഇങ്ങനെയും കെട്ടിയിട്ടുള്ളത്. ഇനിയും കെട്ടാൻ ഉദ്ദേശിച്ചാണ് നിൽക്കുന്നത്. കല്ല് സമരമായതുകൊണ്ടാണ് കുറച്ച് ഇനി കെട്ടാൻ നിന്നിട്ടാണ് കഴിഞ്ഞിട്ടില്ല. കല്ലില്ലാത്തതുകൊണ്ടാണ് നിർത്തി വെച്ചത്. കെട്ടിയിട്ട് അത്രയേ ആയിട്ടുള്ളൂ. വീടിന് നല്ല കേടുപാടുകൾ സെൻസൈഡ് അങ്ങനെ പോയി തളർന്ന് ഇതായിട്ട് വീണിട്ട് അങ്ങനെ കല്ല് തേച്ച് അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. സെൻസൈഡിൻ്റെ മുകളിൽ ഫുള്ള് ഇതായിട്ടുള്ളത്. നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇല്ല, വേറെ എവിടെ പോകാനൊന്നുമില്ല. ഇനി ഇവിടെ എന്താണെന്നറിയില്ല. ഇത് മൊത്തം ഒന്ന് ശരിയാക്കി പിടിക്കുകയല്ലേ ചെയ്തായിരുന്നു. ഇനി ഈ വീട്ടിലുണ്ടായിരുന്ന റസീന കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? എന്താണ്? രാവിലെ ഒരു 7 മണിയായിനി. 7 മണിക്ക് ഇങ്ങനെ അടിയിൽ നിന്ന് കുലുങ്ങുന്ന പോലത്തെ ശബ്ദമാണ് കേട്ടത്. ഞാൻ വിചാരിച്ച് മഴ പെയ്യുന്നല്ലേ, ഇടിയെടുക്കുന്നതായിരിക്കും ചൊല്ലിയിട്ട് വേഗം കിടന്നെടുത്തുനിന്ന് എണീച്ച് ഓടിയതാണ്. മോനിപ്പോൾ കളിക്കാൻ പോകുന്നതാണ് ഫുട്ബോളിൻ്റെ. നീ പോകല്ലാന്ന് പറയാനും വേണ്ടിയിട്ട് ഓടിയാൻ പറഞ്ഞ് ഇവനൊക്കെ അതരെ പുറത്തേക്ക് കീഞ്ഞി. ഞാൻ വിളിച്ചാലും പറഞ്ഞു, മോനെ ഇടിയെടുക്കുന്ന നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉമ്മ അങ്ങനത്തെ ഒരു ഇടിയെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിന്നെ എന്തോടെ ഒച്ച കേട്ടത് എന്നിട്ട് ഞാൻ ഓനെ ഇങ്ങനെ പറഞ്ഞു. ഇല്ല ഉമ്മ ഇടിയൊന്നും എടുത്തിട്ടില്ല, ഉമ്മക്ക് തോന്നിപ്പോയിട്ടുണ്ടാവും. അന്നേരം തന്നെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ കീഞ്ഞ് നോക്കിയാലെന്ന് അപ്പുറത്തുനിന്ന് ഓളും ഇങ്ങനെ ഓടി വരുന്ന കരഞ്ഞുകൊണ്ട് എടി നമ്മളെ പോരയാന്ന് പോയത് എന്ന് പറഞ്ഞു. അങ്ങനെ ബേക്ക് സൈഡ് നോക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ ആണ് ഇങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ഇടിഞ്ഞിട്ട് പുറത്തേക്ക് വന്നത്. ഈ ബാക്ക് സൈഡിലൊക്കെ ആളുകൾ നിൽക്കുന്ന നമ്മൾ ഇതിലൂടെ പെരുമാറുന്നത് തന്നെ പോകുകയും പേരെല്ലാം ചെയ്യുന്നത് തന്നെയാണ്. കൂടുണ്ട് ബേക്കിൽ പിന്നെ കളിക്കുന്നതാണ്. ഞാൻ രാവിലെ ഇങ്ങനെ രാവിലെ തന്നെ വീടെല്ലാം ഒന്ന് എപ്പോൾ നമ്മൾ വീട് പരിസരം നോക്കൂ, എന്തെങ്കിലും സംഭവിക്കോ പിടിക്കോ എന്നുള്ളതിൽ. കഴിഞ്ഞ വർഷവും ആ സമയം അതായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അല്ല ഓൻ പുറത്തുനിന്ന് പ്രാവിനോടെല്ലാം കളിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം കടക് കെട്ടാത്ത സമയത്തും ഇടിഞ്ഞ് വീണിട്ടുണ്ട്. എന്നിട്ട് പൈപ്പെല്ലാം പൊട്ടിയിട്ട് എന്നിട്ട് അവരോട് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു വർഷം ആയിട്ടില്ല ഇത് ഇവർ കെട്ടിയിട്ട്. ഈ വീട് എടുത്തിട്ട് 3 വർഷം, ഇന്നേക്ക് 3 വർഷം. അവൻ മത്സ്യത്തൊഴിലാളി ലോൺ എല്ലാം എടുത്തിട്ടാണ് വീടെടുത്തത്. ലോൺ അടക്കാൻ ഇപ്പോൾ പണിയില്ലാത്തതുകൊണ്ട് 5 മാസം 6 മാസമായി പണിയില്ലാത്തത്. കാര്യമായിട്ട് കേടുപറ്റിയോ? പറ്റിയിട്ടുണ്ട്. മേലങ്ങനെ അതെല്ലാം പൊളന്നിന്, മേലത്തെ ബാത്റൂം അങ്ങനെ പൊളന്നിന്, AC-ൻ്റെ മൊത്തം അങ്ങനെ പോയിട്ടുണ്ട്, കണക്ഷനെല്ലാം അങ്ങനെ പോയിട്ടുണ്ട്. എല്ലാം പൊളന്നിട്ട് കിടക്കുന്ന ഏത് നിമിഷവും എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളൊരു പേടിയുണ്ട്, ഭയമുണ്ട്. ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങോട്ട് പോയിട്ടില്ല. റൂമിലേക്ക് പോകാൻ പേടിയാണ്. എന്താണെന്ന് വെച്ചാൽ അത് തള്ളിയിട്ടല്ല നിൽക്കുന്നത്. അത് ഏത് നിമിഷം വീണേക്കോ എന്നുള്ള. ഇതേ മഴയെന്ന് പെയ്യുന്നെങ്കിൽ ഭൂരിപക്ഷവും മൊത്തത്തിൽ അങ്ങ് വരും.
എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എടുക്കല്ല, വീടിൻ്റെ അടുത്താഴ്ച എടുക്കല്ല അന്നേരം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഇവരെടുത്തത് തെറ്റായിട്ടാണ് എടുത്തത്. ആ വീട്ടിലുള്ള ആളെല്ലാം പറഞ്ഞ് നമ്മൾ പഞ്ചായത്തിൽ ഇതാ പറഞ്ഞാൽ ഇല്ല, നമ്മൾ എന്ത് വേണമെങ്കിൽ ചെയ്യും, അങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും ആവില്ല. ഇപ്പോൾ ഇത് ഇങ്ങനെ ആയത് പഠിച്ചവൻ കാത്തെന്ന് പറയാം, അത്ര തന്നെ. വേറെ അല്ലാണ്ട് ഇപ്പം മതിലിടിഞ്ഞ് വീട്ടിൽ കുഞ്ഞു കുട്ടികളുണ്ട്. ഇപ്പോൾ അല്ലാത്ത സമയത്താണ് കുഞ്ഞു കുട്ടികൾ കളിക്കുന്നെങ്കിൽ ഇങ്ങനെയല്ല മതിൽ ഇടിഞ്ഞിട്ട് ഓരോരാളും മരിക്കുകയെല്ലാം ചെയ്യുന്നത്. ഇവർ ചെയ്തത് തെറ്റാണ്. ഇത് ഇപ്പം അപ്പുറത്തോട്ട് വന്ന് നോക്കിയാലും മതിലിൻ്റെ മുകളിലുണ്ട്. പിന്നെ ഒച്ച കൊണ്ട് എല്ലാ ഇത് പരിസരവാസികൾ തേച്ചിലും അറിഞ്ഞിനി. അവരെല്ലാം ഓടി വന്ന് ഇത് എവിടെയാ സംഭവം നടന്നത്, ഭൂമി കുലുങ്ങിയ മതിലാണ് ഇവിടെ സംഭവിച്ചത്. വിളിക്കുന്ന ആളാണ് ഇപ്പം അല്ലേ സംഭവിച്ചിന്. 7 മണിക്കല്ലേ നമ്മളെല്ലാം അറിഞ്ഞിന്. നമ്മൾ വിചാരിച്ച് വേറെ എന്തോന്നാന്ന് വിചാരിച്ചത്. പിന്നെ എല്ലാവരും പുറത്ത് വന്ന് കീഴുമ്പോഴാണ് സംഭവം എല്ലാവരും കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ കൈവച്ചെടുത്ത. ഇപ്പോൾ എല്ലാവരും ഈ ശബ്ദം കൊണ്ട് ഓടി വന്നതാണ്. ഇത് എവിടെ എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയുന്നില്ല. എല്ലാവരും ശബ്ദം കൊണ്ട് ഓടി വരുന്നതാണ്. എന്താണ് സംഭവം എന്ന് നോക്കിയാൽ കിടങ്ങ് കെട്ടിയതാ. ഇപ്പോൾ ഇട്ടനെ ഇടിച്ചതാണ് അവര്. കുറച്ച് ഭാഗം ഇടിച്ചിട്ട് സാധാരണ കല്ല് വെച്ച് കെട്ടുന്ന അതിൽ ഇവരെ കെട്ടി. അങ്ങനെയല്ല കെട്ടേണ്ടത്. അതിനെല്ലാം ഫില്ലറും കാര്യങ്ങളെല്ലാം ഇല്ല. അതിനെ ഭൂമിനെ ഉറപ്പിക്കണ്ടേ. ഇവരൊന്നും ചെയ്തിട്ടില്ല. ഇതും കൂടി രണ്ടാമത്തെ ഇടിയലാണ് ഇടിയുന്നത്. അന്നേരം ഫസ്റ്റിലെത്തത് അവർ നമുക്ക് ചെയ്തു തന്നിന്. അതിൻ്റെ പൈപ്പെല്ലാം പൊട്ടി. അങ്ങനെ വെള്ളം പോകുന്നതായിട്ട് നമുക്ക് എവിടെ നിന്ന് തിരിയുന്നില്ല. രാവിലെ എണീച്ച് നോക്കുമ്പോൾ സംഭവം കാണുന്നു ബേക്കിലിട്ട് ഇടുന്നത്. നമ്മോടൊപ്പം കൗൺസിലർ KN മിനിയുണ്ട്. എന്താണ് സംഭവിച്ചത്? രാവിലെ 7 മണിക്കാണ് ഈ വീട്ടുകാർ ആദ്യം പോലീസിനെയാണ് അറിയിച്ചിന്. അപ്പോൾ എന്നോട് പറയുമ്പോഴത്തേക്കും 8:30 മണിയായിരുന്നു. 8:15 സമയത്താണ് വിളിച്ചപാടെ ഞാനിവിടെ വന്നു. അപ്പോൾ ഇവിടുത്തെ വന്ന് കണ്ടപ്പോഴാണ് ഇവിടുത്തെ ഇത്രയും വലിയ ഭീകരമായ ഒരു അവസ്ഥ കണ്ടത്. ഇവർ നിലവിൽ 1 വർഷമായിട്ടുള്ള വീടെടുത്തിട്ട് പുതിയ വീട് വെച്ച് വിട്ടിട്ടാണ്. അപ്പോൾ ഈ അശാസ്ത്രീയമായ ഒരു കെട്ട് തന്നെയാണ് നമുക്ക് കണ്ടപ്പം മനസ്സിലായത്. കുത്തനെയുള്ള വലിയ ഹൈറ്റാക്കിയിട്ട് കെട്ടിയതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു മഴ നമുക്ക് തുടങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് മേയറെ വിളിക്കുകയും അതുപോലെ എല്ലാവരും തഹസിൽദാറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വില്ലേജ് ഓഫീസർ വന്നിട്ട് പോയി. അപ്പോൾ അതിൻ്റെ നഷ്ടം കണക്കാക്കാൻ വേണ്ടിയിട്ട് എൻജിനീയറൊക്കെ വന്ന് പോയിട്ട് അവരോട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വീടിന് ഭാഗികമായൊരു കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. AC ഒക്കെ തകർന്നിട്ടുണ്ടല്ലേ? AC ഒക്കെ തകർന്നതിന് പിന്നെ വീടിൻ്റെ സൺഷെയ്ഡ് പൊളിഞ്ഞിട്ടുണ്ട് 2 വീടിൻ്റെയും. ഇപ്പോൾ ഇത് നീക്കുമ്പോഴേ അറിയും എത്രയാണ് ഇതിൻ്റെ ഭീകരമായ അവസ്ഥ. എന്തെങ്കിലും പൊളിഞ്ഞിട്ടുണ്ടോയെന്ന് ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല. എന്നാലും നല്ല രീതിയിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീട് തന്നെയാണ്. പക്ഷേ ഈ മതിൽ വലിയ പ്രയാസം. അനുമതി വാങ്ങി തന്നെയാണോ ഇത്തരത്തിൽ മതിലൊക്കെ കെട്ടിപ്പൊക്കിയത്? അനുമതി ഇല്ലയെന്നാണ് എൻ്റെ ശരിക്കും റോഡ് സൈഡൊക്കെ കെട്ടുമ്പോൾ പിന്നെ ഇത്രയും ഹൈറ്റിൽ കെട്ടുമ്പോൾ എന്തായാലും അനുമതി മേടിക്കേണ്ടത് തന്നെയാണ്. ഇത്രയും ഒരു സൺഷെയ്ഡിൻ്റെ ഒരു വീടിൻ്റെ സൺഷെയ്ഡിൻ്റെ ഹൈറ്റിലല്ലേ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ അവരിപ്പോൾ നമ്മൾ അവരെ ബന്ധപ്പെടുകയും അവർ വേണ്ടുന്നത് ചെയ്യാമെന്ന് ഇപ്പം പറഞ്ഞിട്ടുണ്ട്. 2 വീടുകൾക്കും കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഭൂമി കുലുങ്ങുന്നത് പോലുള്ള ശബ്ദം ഉണ്ടായി എന്നാണ് ഈ വീട്ടുകാർ പറയുന്നത്. ഇനി എങ്ങനെ ഇവിടെ കഴിയും എന്നാണ് ഇവരുടെ ചോദ്യം. കുറുവയിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.